ക്രിസ്തുവിനോട് ചേർന്ന്, ക്രൂശിനോട് ചേർന്ന് നാം യാത്ര ചെയ്യുന്ന ഈ നോമ്പിന്റെ നാളുകൾ, ഈ നാളുകൾ മടങ്ങി വരവിന്റെ നാളുകളായി മാറണം. അപ്പന്റെ അരികിലേക്ക്, പിതാവിന്റെ അരികിലേക്ക്, ദൈവത്തിന്റെ അരികിലേക്ക് മടങ്ങി വരുന്ന നാളുകൾ. അപ്പനിൽ നിന്നും ലഭിക്കേണ്ടുന്ന അനുഗ്രഹങ്ങളും നന്മകളും സമ്പത്ത് നേടി അപ്പനിൽ നിന്നും അകന്നുപോയ ഒരു ഇളയ മകനുണ്ട്. അകലും തോറും ആ മകൻ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എവിടെയോ എന്തൊക്കെയോ തനിക്ക് നഷ്ടമായി പോകുന്നുണ്ട്. കരങ്ങളിൽ ലഭ്യമായ നന്മകളെല്ലാം നഷ്ടമായി, അഹോവൃത്തിക്ക് പോലും വകയില്ലാതെ വിശപ്പടക്കുവാൻ കഴിയാതെ അവൻ വേദനിക്കുമ്പോൾ ആ മകൻ തിരിച്ചറിയുന്ന ഒരു വലിയ സത്യം ഇതാണ്: എൻ്റെ അപ്പന്റെ സന്നിധിയാണ് അനുഗ്രഹത്തിന്റെ ഇടം. അപ്പൻ നൽകിയ സമ്പത്തിനേക്കാൾ, അപ്പൻ നൽകിയ അനുഗ്രഹങ്ങളെക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം അപ്പന്റെ സന്നിധിയാണ്. സുബോധത്തോടെ അപ്പന്റെ അരികിലേക്ക് അവൻ മടങ്ങുകയാണ്. പ്രിയ ദൈവജനമേ, ഈ നോമ്പിന്റെ നാളുകൾ അപ്പനിലേക്ക്, ദൈവത്തിങ്കിലേക്ക്, കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള നാളുകളാണ്. അനേകം പേർ അപ്പനിൽ നിന്നും അകന്നുപോയവരാണ്. ക്രൂശിന്റെ ചുവട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിരലിൽ എണ്ണുവാൻ കഴിയുന്ന ജനങ്ങളെയാണ്. അനുഗ്രഹം പ്രാപിച്ച അനേകം പേരുണ്ട്, സൗഖ്യം പ്രാപിച്ച അനേകം പേരുണ്ട്. പക്ഷപാത രോഗം മാറിയവർ, കുഷ്ഠരോഗം മാറിയവർ, കാഴ്ച ലഭ്യമായവർ, കേൾവി ലഭിച്ചവർ, ഭൂത അവസ്ഥയിൽ നിന്നും സ്വാതന്ത്ര്യം ലഭ്യമായവർ, അനുഗ്രഹം പ്രാപിച്ചവരൊക്കെ പ്രാപിച്ച അനുഗ്രഹങ്ങളുമായി മടങ്ങിയപ്പോൾ ചുരുക്കം ചിലരാണ് ക്രൂശിന്റെ അരികിലുണ്ടായിരുന്നത്. ക്രിസ്തു അവരെ നോക്കി പറയുന്നുണ്ട്, ഏറ്റവും വലിയ നന്മ നിങ്ങൾക്കാണ് ലഭ്യമാവുക. കാരണം കാൽവരിയിൽ ചിന്തിയ രക്തമാണ് ക്രിസ്തു ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവിൽ നിന്നും അകന്നുപോയവരാണ് നാം. ഇന്നലകളിൽ നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ, നന്മകൾ നമ്മെ കർത്താവിൽ നിന്നും അകറ്റിയിട്ടുണ്ടോ? പ്രാപിച്ച അനുഗ്രഹങ്ങളുമായി ദൈവത്തിൽ നിന്നും, ആരാധനകളിൽ നിന്നും, കൂട്ടായ്മകളിൽ നിന്നും, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും അകന്നുപോയവരാണ് നാമെങ്കിൽ ഈ നോമ്പിന്റെ നാളുകൾ മടങ്ങി വരവിന്റെ നാളുകളായി മാറട്ടെ. അപ്പന്റെ അരികിലേക്ക്, അപ്പന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്ന നാളുകളായി ക്രൂശിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മേവരെയും ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.